ഇനി നമുക്ക് ഈ 6th ക്വസ്റ്റ്യനും കൂടെ നോക്കിക്കേ. ഈ 6th ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഒരു ഗ്യാസ് ലേസർ ക്യാവിറ്റിയാണ്. അത് ഡിസൈൻ ചെയ്തേക്കുന്നത് ടു ഓപ്പറേറ്റ് അറ്റ് ലാംഡ ഈക്വൽ ടു 0.5 μmലാണ് വിത്ത് എ ക്യാവിറ്റി ലെങ്ത് ഓഫ് 1 മീറ്റർ. അതായത് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ലാംഡ തന്നിട്ടുണ്ട്, അതിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. വിത്ത് ദിസ് സെറ്റപ്പ് ദ ഫ്രീക്വൻസി ഈസ് ഫൗണ്ട് ടു ബി ലാർജർ ദാൻ ദ ഡിസൈഡ്. അപ്പോൾ ഈ സെറ്റപ്പ് ചെയ്ത സമയത്ത് എന്ത് സംഭവിച്ചു? ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മൾ ഡിസൈർ ചെയ്ത ഫ്രീക്വൻസിയെക്കാളും ലാർജറായി, ബൈ 100 ഹേർട്സ് ലാർജറായി. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ദ എഫക്റ്റീവ് ലെങ്ത് ഓഫ് ദി ക്യാവിറ്റി, അതായത് ഡെൽറ്റ എൽ ആയിരിക്കണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്ന് മിസ് വിചാരിക്കുന്നു. എല്ലാണോ ഡെൽറ്റ എല്ലാണോ അറിയില്ല. ഇപ്പം ഞാൻ പറയുന്നത് ഡെൽറ്റ എൽ, കാരണം ലെങ്ത് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ വേറൊരു കാര്യങ്ങളും അറിയത്തില്ലെങ്കിലും ജസ്റ്റ് നോട്ട് ദാറ്റ് ക്യാവിറ്റി. അപ്പോൾ ലേസറിൻ്റെ ക്യാവിറ്റി. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് മിസ് ഇതിൻ്റെ കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞു തരട്ടെ, ഇതിൻ്റെ തിയറി പാർട്ടൊന്ന് പറഞ്ഞു തരട്ടെ. ദാറ്റ് ഈസ് എന്താണ് ആക്ച്വലി ആ തിയറിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പാർട്ട് 1 വീഡിയോയിൽ ഞാൻ പറഞ്ഞു, എന്നാലും ക്യാവിറ്റിയെക്കുറിച്ചൊന്നും അധികം പറഞ്ഞിട്ടില്ല. അപ്പോൾ ക്യാവിറ്റി എന്താണെന്ന് നോക്കിക്കേടാ. ലേസർ ഫിസിക്സിൽ അല്ലെങ്കിൽ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് എബൌട്ട് ലൈറ്റ് ആണ് അല്ലേ. അപ്പോൾ ലേസർ ഫിസിക്സിൽ അല്ലെങ്കിൽ ഒപ്റ്റിക്സിൽ ക്യാവിറ്റി എന്ന് പറയുന്നതിൻ്റെ വേറൊരു പേര് റെസണേറ്റർ എന്നാണ്. ഓക്കെ, അപ്പോൾ റെസണേറ്റർ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ക്യാവിറ്റി തന്നെയാണ്. അപ്പോൾ ക്യാവിറ്റി അല്ലെങ്കിൽ റെസണേറ്റർ എന്ന് പറയുന്നത് ഒരു റീജിയനാണ് 2 മിററുകൾക്കിടയിലുള്ള. അപ്പം ഒരു ട്രിക്കിന് വേണ്ടി മിസ് പറയുകയാണ്, ഇത് മിസ്സിൻ്റെ മിറർ 1, ഇത് മിറർ 2, M1 M2. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള റീജിയനെയാണ് മിസ് ആക്ച്വലി ക്യാവിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താ? അപ്പോൾ മിസ്സേ 2 മിറർ വെച്ചിട്ട് അതിൻ്റെ ഇടയിലുള്ള എല്ലാം നമുക്ക് ക്യാവിറ്റി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എപ്പോഴാണ്? വെർ ലൈറ്റ് ബൗൺസസ് ബാക്ക് ആൻഡ് ഫോർത്ത്. അതെന്താണെങ്കിലും നടക്കുമല്ലോ. 2 മിററിൽ ബൗൺസ് ആൻഡ് ഫോർത്ത് ഇങ്ങനെ ലൈറ്റ് ബൗൺസ് ചെയ്യുന്ന ഭാഗമാണ് ശരിക്കും ക്യാവിറ്റി. ഇറ്റ്സ് ഡിസൈനഡ് സോ ദാറ്റ് ഓൺലി സ്പെസിഫിക് വേവ് ലെങ്ത് ഓർ ഫ്രീക്വൻസി ക്യാൻ ബിൽഡ് അപ്പ് ഓർ സ്റ്റാൻഡിങ് വേവ്സ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്തിനാ ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്നതെന്ന് അറിയാമോ? സോ ദാറ്റ് ഓൺലി സ്പെസിഫിക് വേവ് ലെങ്ത് ലാംഡ ഓർ ന്യൂ എന്ന് പറയുന്ന സ്പെസിഫിക് വേവ് ലെങ്ത് അല്ലെ ഫ്രീക്വൻസി ക്യാൻ ബിൽഡ് അപ്പ് ആൻഡ് ഫോർ സ്റ്റാൻഡിങ് വേവ്സ്. ഇതിൻ്റെ ഇടയിൽ അപ്പോൾ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ നമ്മളോട് ചോദിക്കാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ പറയും വിച്ച് ഈസ് ആക്ച്വലി എ സെലക്റ്റീവ് ഫ്രീക്വൻസി, അല്ലെങ്കിൽ സെലക്റ്റീവ് വേവ് ലെങ്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ ക്യാവിറ്റി വെച്ചിട്ടുണ്ട്, ക്യാവിറ്റി ഉപയോഗിച്ച് നമ്മളതിനെ സെലക്ട് ചെയ്തേക്കുവാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സെലക്റ്റീവായിട്ടുള്ള ഫ്രീക്വൻസി, സെലക്റ്റീവായിട്ടുള്ള വേവ് ലെങ്തിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ക്യാവിറ്റി യൂസ് ചെയ്യുക. അപ്പോൾ ഇപ്പം ഇവിടെ മിസ്സ് പറഞ്ഞിട്ടുണ്ട്, യു ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് നമുക്ക് തിങ്ക് ചെയ്യാം. ജസ്റ്റ് ലൈക്ക് എ ഗിത്താർ സ്ട്രിങ് ഓൺലി വൈബ്രേറ്റഡ് സർട്ടൻ ഫ്രീക്വൻസി. ഇനി എൻ്റെ മക്കൾ ഓർത്തെ, മിസ്സ് പറഞ്ഞില്ലേ ഈ സെലക്റ്റീവായിട്ടുള്ള ഈ 2 മിററുകൾക്കിടയിലുള്ള ഈ ഭാഗമാണ് ക്യാവിറ്റി. അപ്പോൾ ഇതിൻ്റെ അത് നമ്മൾ സെലക്റ്റീവ് ഫ്രീക്വൻസീനെ സ്റ്റാൻഡിങ് വേവ് പോലെ പിടിച്ചു നിർത്താനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്തിൽ കൂടെ പോകുന്ന സെലക്റ്റീവ് ഫ്രീക്വൻസിയെ നമ്മൾ പറയുന്ന പേരാണ് മോഡ്. അതെന്താണെന്ന് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പം കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. പക്ഷെ ഓർത്തോണം, ക്യാവിറ്റിയുടെ അകത്ത് നടക്കുന്ന സെലക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ സെലക്റ്റീവ് ഫ്രീക്വൻസിയാണ് മോഡുകൾ. ദ ലൈറ്റ് ഇൻസൈഡ് എ ക്യാവിറ്റി ക്യാൻ ഓൺലി റെസണേറ്റ് അറ്റ് സർട്ടൺ ഫ്രീക്വൻസി. അപ്പോൾ ക്യാവിറ്റിയുടെ അകത്തുള്ള ലൈറ്റ് എന്ന് പറയുന്നത് സർട്ടൺ ഫ്രീക്വൻസിയിൽ മാത്രമേ റെസണേറ്റ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ സർട്ടൺ മോഡ്. മിസ് പറഞ്ഞില്ലേ ട്രാൻസ്വേഴ്സ് മോഡുണ്ട്, 0-0-0-0-1 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല മോഡുകളുണ്ട്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് നോക്കണേ. ഫോർ എ സിംപ്ലി ഫാബ്രി പെട്രോഡ് ക്യാവിറ്റി. ഇപ്പോൾ ക്യാവിറ്റികളിൽ പലതരത്തിൽ ലേസേഴ്സിന് കോമൺ ആയിട്ട് കാണുന്നതാണ് ഫാബ്രി പെട്രോഡ് ക്യാവിറ്റി. 2 മിറർ സെപ്പറേറ്റഡ് ബൈ എ ലെങ്ത്. ഇപ്പോൾ 2 മിററിനെ നമ്മൾ ഒരു L ലെങ്ത് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തേക്കുവാണ്. ലൈറ്റ് റിഫ്ലക്ട് ബിറ്റ്വീൻ ദ മിറർ. ഈ മിററുകൾക്കിടയിൽ ലൈറ്റ് റിഫ്ലക്റ്റീവാണ്. ഓൺലി സർട്ടൺ സ്റ്റാൻഡിങ് വേവ് പാറ്റേൺ മാത്രമേ അവിടെ ഫിറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് എൻ്റെ മക്കൾ, ദാറ്റ് ഈസ് 2L = n ലാംഡ ആണ്. L = n λ/2 ആണ്. ഇതെൻ്റെ മക്കളൊന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ, എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി അല്ലെ ഫൈനസ് എന്ന് പറയുന്നത് NC/12 ആണ്. N എന്ന് പറയുന്നത് മോഡ് നമ്പറാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യണേ. ക്യാവിറ്റിന്ന് ഷോർട്ട് ഫോം എഴുതിയിട്ട് ക്യാവിറ്റിന്ന് ഒരു ഷോർട്ട് ഹെഡിങ് എഴുതിയിട്ട് ഈ ഇക്വേഷൻ ഒന്ന് എഴുതിയെടുക്കണേ. ഇനി മിസ് ഓക്കെ അടുത്ത പോട്ടെ. ഇനി ഫാബ്രി പെട്രോഡ് ക്യാവിറ്റി കുറച്ചും കൂടെ കാര്യങ്ങൾ മിസ് ഇവിടെ പറയുന്നുണ്ട്, വായിച്ച് നോക്കുക. ഒപ്റ്റിക്കൽ ക്യാവിറ്റിയാണ്. 2 പാരലൽ പാർഷ്യലി റിഫ്ലക്റ്റീവ് മിറർ വെച്ചിട്ടാണ് അത് ഫേസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ലേസേഴ്സ് ആൻഡ് ഒപ്റ്റിക് ഇറ്റ് യൂസ് ടു, എന്തിനാണ് ലേസേഴ്സിലും ഒപ്റ്റിക്സിലും ഇങ്ങനെയുള്ള ക്യാവിറ്റികൾ യൂസ് ചെയ്യുന്നത്? സ്പെസിഫിക് വേവ് ലെങ്തിനെ കിട്ടാൻ.
അതായത് റെസണൻറ്റ് ഫ്രീക്വൻസി. അതുപോലെ തന്നെ ആംപ്ലിഫൈ ലൈറ്റ് അറ്റ് ദോസ് റെസണൻറ്റ് വേവ് ലെങ്തിൽ ലൈറ്റിനെ ആംപ്ലിഫൈ ചെയ്യാൻ. ക്രിയേറ്റ് സ്റ്റാൻഡിങ് വേവുകളെ ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ? സ്പെസിഫിക് വേവ് ലെങ്ത്, ലൈറ്റിനെ ആംപ്ലിഫൈ ചെയ്യാൻ, സ്റ്റാൻഡിങ് വേവ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ ഇൻ ബിറ്റ്വീൻ. അപ്പോൾ കുറച്ച് സ്ട്രക്ചർ, രണ്ട് മിററുകളുടെ ഇടയിൽ എന്ത് സംഭവിക്കും, റെസൊനൻസ് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട് 12 ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഇനി എന്തുകൊണ്ടാണിത് എക്സാമിന് മാറ്റർ ആവുന്നതെന്ന്, കാരണം ബിക്കോസ് ഇറ്റ്സ് എ ബേസിക് റെസൊനേറ്റർ. മിക്ക ലേസർ സെറ്റപ്പിൻ്റെയും ബേസിക് ആയിട്ടുള്ളൊരു റെസൊനേറ്ററാണ് ആക്ച്വലി ഈ ഒരു ക്യാവിറ്റി എന്ന് പറയുന്നത്. ലേസർ മോഡ് സ്പേസിങ്ങിനെ കുറിച്ചും ക്യാവിറ്റി ട്യൂണിങ്ങിനെ കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ഇപ്പോൾ സമ്മറി പറഞ്ഞുതരാം. ഒരു ഫാബ്രി പെട്രോഡ് ക്യാവിറ്റി എന്ന് പറയുന്നത് പെയർ ഓഫ് മിറേഴ്സ് ആണ് ദാറ്റ് ട്രാപ്പ് ആൻഡ് റിഫ്ലക്ട് ലൈറ്റ് ടു ഫോം സ്റ്റാൻഡിങ് വേവ് പാറ്റേൺ അലോയിങ് ഓൺലി സ്പെസിഫിക് റെസൊനൻറ്റ് ഫ്രീക്വൻസി ടു പാസ് ഓർ ആംപ്ലിഫൈ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ടെസ്റ്റ് ചെയ്തേ. ഇനി ഫാബ്രി ഫ്രീക്വൻസി ക്യാവിറ്റി ഓഫ് ലെങ്ത് L, ദ അലോഡ് റെസൊനൻറ്റ് ഫ്രീക്വൻസി R. അതായത് ഇതിൻ്റെ അകത്തുള്ള ഫ്രീക്വൻസി എന്താണ്? കണ്ടിന്യൂസ് ആണോ ഡിസ്ക്രീറ്റ് ആണോ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അതായത് ഈ ഫാബ്രിക് ക്യാവിറ്റിക്ക് അകത്തുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ആണ്. ഡിസ്ക്രീറ്റ് എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകുമല്ല, ഡിസ്ക്രീറ്റ് ആയിട്ടാണ് പോകുന്നത്. അത് സെപ്പറേറ്റ് ചെയ്യുന്നത് C/12 ഡിസ്റ്റൻസിലും ആയിരിക്കും. എൻ്റെ മക്കളൊന്ന് ഓർത്തോണേ, ഇവിടെ വേറെ ഡിസ്ക്രീറ്റ് സെപ്പറേറ്റഡ് ബൈ C/L എന്നുണ്ട്. എന്താണ് ശരിക്കും? C/12. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോവാം. ഇനിയും ഇതും കൂടെ ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. റെസൊനൻറ്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ അത്രയും ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഇത്രയൊന്ന് നോട്ട് ചെയ്ത് വെക്കുമോ? കൺസെപ്റ്റും ഫോർമുലയും, റെസൊനൻറ്റ് ഫ്രീക്വൻസി, മോഡ്, സ്പേസിങ്, വേവ് ലെങ്ത് കണ്ടീഷൻ, നമ്പർ ഓഫ് മോഡ്, ഇതൊക്കെ ഗേറ്റിന് അല്ലെങ്കിൽ നെറ്റിന് ഫാബ്രി പെട്രോഡ് ക്യാവിറ്റിയിൽ നിന്ന് ഇത് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇനി ക്വസ്റ്റ്യനിലേക്ക് പൊക്കെ. അതായത് ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത്, അപ്പോൾ ക്യാവിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മനസ്സിലായി എന്താണ് ക്യാവിറ്റി എന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കുക എന്നൊക്കെ മനസ്സിലായി. അപ്പോൾ അത് ഡെസിഗ്നേറ്റഡ് ടു ഓപ്പറേറ്റ് ലാംഡ 0.5 μm എന്ന് വെച്ചാൽ ആക്ച്വലി 5 × 10⁻⁻6 m വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് അതിനെ ആക്ട് ചെയ്യിക്കുന്നത്. അപ്പോൾ ക്യാവിറ്റി, ആ അകത്തുള്ള ക്യാവിറ്റിയുടെ ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ. ഇത് മിറർ 1, ഇത് മിറർ 2. വിത്ത് ദിസ് സെറ്റപ്പിൻ്റെ പ്രത്യേകത, ഫ്രീക്വൻസി കിട്ടിയത് മോർ ദാൻ 100 ഹേർട്സിനെക്കാട്ടും കൂടി. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ദ എഫക്റ്റീവ് ലെങ്ത് ഓഫ് ക്യാവിറ്റിക്ക് ഉണ്ടാവുന്ന ചേഞ്ച് എന്തായിരിക്കും? റിക്വയർഡ് ടു റീട്യൂൺ ദ ലേസറിനെ റീട്യൂൺ ചെയ്യാൻ നേരം എന്നുള്ളതാണ്. ഓക്കെ, അതായത് ലാംഡ നമുക്ക് തന്നിട്ടുണ്ട് 0.5 μm ആണ്, × 10⁻⁻6 മീറ്ററിലേക്ക് ആക്കണം. L തന്നിട്ടുണ്ട്. ഇനി ഡെൽറ്റ F തന്നിട്ടുണ്ട്. കാരണം ചേഞ്ച് ഓൾറെഡി നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ഇൻക്രീസസ് ബൈ 100 ഹേർട്സ്. അപ്പോൾ ഡെൽറ്റ എഫിനെ ഞാൻ 100 എന്ന് കൊടുത്തേക്കുവാണ്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ഫ്രീക്വൻസി ഈസ് ടു ഹൈ എന്നുള്ളൊരു കേസാണ് ഡെൽറ്റ എഫ് പറഞ്ഞേക്കണത്. അങ്ങനെയാണെങ്കിൽ ലെങ്തിന് എന്ത് ചേഞ്ച് ആണ് വന്നിരിക്കുന്നത്? അതായത് ഡെൽറ്റ L ആണ് കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ മിസ് പറഞ്ഞല്ലേ ഇതിന് മുമ്പ് ഇതിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ ഫാബ്രി പെട്രോഡ് ലേസർ ക്യാവിറ്റിയിൽ F = QC/12 ആണ്. Q എന്ന് പറയുന്നത് മോഡ് നമ്പറാണ്, അതും അവിടെ നിൽക്കട്ടെ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡെൽറ്റ L. നേരത്തെ ഒരു കേസിൽ നമ്മൾ ഡെൽറ്റ ന്യൂ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ ചേഞ്ച് അല്ലെങ്കിൽ ലൈൻ വിഡ്ത്ത് കണ്ടുപിടിക്കാൻ നേരം എനർജീനെ ഡെറിവേറ്റാണ് ചെയ്ത്. ഇവിടെ നമുക്ക് ചേഞ്ച് എന്തിൻ്റെ ഒരു കാര്യത്തിൻ്റെ, ഇപ്പോൾ ഡെൽറ്റ എന്ന് പറയുമ്പോൾ ഡെൽറ്റ L എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഡെൽറ്റ എന്ന് പറയുന്ന ഒരു സ്മോൾ ചേഞ്ച് ആണ്. സ്മോൾ ചേഞ്ച് കണ്ടുപിടിക്കാൻ എപ്പോഴും ഡെറിവേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അതും അവിടെ നിൽക്കട്ടെ, ഡെറിവേറ്റ് ചെയ്തു ഇത് ചെയ്യാം. അല്ലാതെ നോക്കി F എന്ന് പറയുന്നത് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/L ആണ്. തന്നെ സ്മോൾ ചേഞ്ച് ഇൻ L എന്ന് പറയുന്നത് ഡെൽറ്റ L ഗീവ്സ് എ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി. അപ്പോൾ മിസ് ഇവിടെ ഡെൽറ്റ F എന്നും ഇവിടെ ഡെൽറ്റ L എന്നും ഇട്ടു എന്ന് വിചാരിക്കുക. ഓക്കെ, അതും അവിടെ നിന്നോട്ടെ. അപ്പോൾ ഒരു കൺസെപ്റ്റ് ഇവിടെ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ F എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു L ആണ്. ഈ കൺസെപ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണേ. ഇത് ഡെറിവേഷൻ ചെയ്ത് കഴിയുമ്പോൾ ആക്ച്വലി കിട്ടും. പക്ഷേ ഇത് നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി. ഡെൽറ്റ F എന്ന് പറയുന്ന ചേഞ്ച് ബൈ F = ഇതിവിടെ നിന്നോട്ടെ, ഇത് മൈനസ് എന്നാണ്, മൈനസ് ഡെൽറ്റ L/L. ഈ F കണ്ടുപിടിക്കാൻ നമുക്ക് ഓൾറെഡി അറിയാം. ഇതല്ലാതെ വേറൊരു ഇക്വേഷൻ ഉണ്ട് F കണ്ടുപിടിക്കാൻ. അതിൽ നിന്ന് ഡെൽറ്റ L = എന്ന് പറഞ്ഞ് ഞാൻ സെപ്പറേറ്റ് എഴുതി. അപ്പോൾ ഡെൽറ്റ L കണ്ടുപിടിക്കണം. ഇത് നമ്മൾ നേരത്തെ പഠിക്കുന്ന ഒരു ഇക്വേഷനാണ് ചെറുതിലെ. അതായത് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ സ്പീഡ് ഓഫ് ലൈറ്റ് ബൈ ലാംഡ ഗിവൺ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നടക്കുന്നത്, ബൈ ലാംഡ ചെയ്യുക. അപ്പോൾ ഇത് കിട്ടും. ഇപ്പോൾ നമുക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഡെൽറ്റ L -L എന്ന് വെച്ചാൽ നേരത്തെ ആദ്യത്തെ ഇനിഷ്യലി ഉണ്ടാവുന്ന ലെങ്ത് ഇൻറ്റു ഡെൽറ്റ F എന്ന് പറയുന്ന ചേഞ്ച് ബൈ 100 ഹേർട്സ് എന്നാണ്. അതേ ഇൻറ്റു
ഇപ്പം നമ്മൾ കിട്ടിയ സി ബൈ ലാംഡ വെച്ചിട്ട് ചെയ്തത്. അപ്പം ഇത്രയും മനസ്സിലായോ? ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ബാക്ക് അടിച്ചൊന്ന് കേട്ട് നോക്കണേ. വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പം ഇവിടെ വേറൊരു രീതിയിൽ ആൻസർ കീ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള വിധത്തിലാണ് മിസ് ഇപ്പോൾ പറഞ്ഞു തന്നത്. ഇതൊന്ന് ജസ്റ്റ് വേണമെങ്കിൽ നോക്കിക്കോ. അതായത് ഫ്രീക്വൻസി, ലേസറിൻ്റെ ഫ്രീക്വൻസി തന്നിട്ട് അതിനെ ഡെറിവേറ്റ് ചെയ്തിട്ട് ഡെൽറ്റ എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചേക്കുവാണ്. ഈ സ്റ്റെപ്പും ജസ്റ്റ് ഒന്ന്, ഇതും എളുപ്പമാണ്, ഇതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്ക്. ഇതൊന്നുമില്ല ആക്ച്വലി. ഇതിനെ എന്ത് ചെയ്യുക, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എൽ ആണ് ചെയ്തേക്കുന്നത്. അപ്പം ഇതിനെ നമ്മൾ മാറ്റുമ്പോൾ എൽ മേളിലോട്ട് കൊണ്ടുവന്ന L⁻² എന്ന് കിട്ടും. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് എന്താ മക്കളെ ചെയ്തേക്കുന്നത്, ന്യൂവിൻ്റെ ഇക്വേഷൻ മാറ്റി വേറെ ന്യൂ = C ബൈ ലാംഡയാണെന്നറിയാം. അതിനെ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിനെ സോൾവ് ചെയ്തേക്കുക ചെയ്യുന്നത്. അപ്പോൾ ഡെൽറ്റ ന്യൂ, അപ്പോൾ അതിൽ നിന്ന് ഡെൽറ്റ L = ഇത്രയും. ലാംഡ നമുക്കറിയാം, L നമുക്കറിയാം, C നമുക്കറിയാം. ഡെൽറ്റ ന്യൂ എന്ന് പറയുന്നത് ഇവരെന്തെടുത്തേക്കുക, 100 ആയിട്ട് എടുത്തേക്കുവാണ്. ഡെൽറ്റ ന്യൂ എന്ന് പറയുന്ന ഹേർട്സ്, അതായത് ഫ്രീക്വൻസി ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ, അത് 100 എടുത്തേക്കുന്നു ബൈ ഇത്. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇത് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ മിസ് നേരത്തെ പറഞ്ഞ ഇക്വേഷൻ വേണം ചെയ്യാം. ഇതാണെങ്കിലും കുഴപ്പമില്ല. ഇതാണെങ്കിൽ ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ലേസറിൻ്റെ, അതായത് ലേസറിന് ഒരു റിലേഷൻ ഉണ്ട്. ഡെൽറ്റ ന്യൂ = ക്യാവിറ്റിയുടെ ഒക്കെ കേസിൽ ഫ്രീക്വൻസി ഓഫ് ലേസർ എന്ന് പറയുന്നത് ഡെൽറ്റ ന്യൂ = -C ബൈ ലാംഡ L ഇൻറ്റു ഡെൽറ്റ L ആണ്. അങ്ങനെ ഡെൽറ്റ L നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ഇത് ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ മിസ്സ് പറഞ്ഞാൽ നേരത്തെ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈ ക്വസ്റ്റ്യൻ പറയുന്നത് 2012 ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ഹീലിയം നിയോൺ ലേസർ ക്യാവിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. അതിന് അപ്പോൾ ക്യാവിറ്റി എന്ന് പറയുമ്പോൾ 2 മിറേഴ്സ് ഉണ്ട്. ആ 2 മിററുകളും റിഫ്ലക്റ്റീവ്സ് ഉണ്ട്. R1 എന്ന് പറയുന്ന 1, R2 എന്ന് വെച്ചാൽ 0.98 ആണ്. ദ മിറേഴ്സ് ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് D = അതായത് ഈ 2 മിററുകളും സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് D എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്, D എന്ന് പറയുന്നത് 20 ആണ് അല്ലേ, 20 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇൻറ്റു 10⁻² മീറ്റർ. ആൻഡ് ദ മീഡിയം ഇൻ ബിറ്റ്വീൻ ഹാസ് എ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ മീഡിയം, ബിറ്റ്വീനിലുള്ള മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N01 ആണ്. അങ്ങനെയാണെങ്കിൽ അബ്സോർപ്ഷൻ കോയിഫിഷ്യൻ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ഹീലിയം നിയോൺ ലേസർ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഹീലിയം നിയോൺ ലേസറിൻ്റെ മീഡിയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1ഉം അതുപോലെ തന്നെ കോയിഫിഷ്യൻ്റ് ആൽഫ എന്ന് പറയുന്നത്, അബ്സോർപ്ഷൻ കോയിഫിഷ്യൻ്റ് ആൽഫ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദ വാല്യൂസ് ഓഫ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ മോഡ് ρV ആൻഡ് വിത്ത്, അതായത് സെപ്പറേഷൻ ബിറ്റ്വീൻ മോഡുകളും അതുപോലെ തന്നെ ബാൻഡ് വിത്ത് ഡെൽറ്റ ന്യൂ പി തമ്മിലുള്ള സെപ്പറേഷൻസ് ആണ്. ഇവരുടെ രണ്ടിൻ്റെയും സെപ്പറേഷൻസ് ആണ്. അതായത് റോ ന്യൂവും ഡെൽറ്റ ന്യൂ പിയും ആണ് ചോദിച്ചേക്കണേ. അതിന് മുമ്പ് ഈച്ച് മോഡ്, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ക്യാവിറ്റി എന്താണെന്നാണ്. ക്യാവിറ്റിയുടെ ഉള്ളിൽ സെലക്റ്റീവായിട്ട് പോകുന്ന ഫ്രീക്വൻസികളാണ് ആക്ച്വലി മോഡെന്ന് മിസ് ഒരു ട്രിക്ക് പറഞ്ഞിരുന്നു. ഏതായാലും ഒന്നും കൂടെ ഡീറ്റെയിൽഡായിട്ട് നോക്കാം അല്ലേ, എന്താണ് മോഡെന്ന്. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ജസ്റ്റ് നോക്കിക്കോ, പലതരത്തിലുള്ള മോഡുകളാണുള്ളത്. അതായത് ഈ ക്യാവിറ്റിയുടെ ഉള്ളിൽ കറസ്പോണ്ട് ചെയ്യുന്ന ഫ്രീക്വൻസികൾ. ഓക്കെ, അപ്പോൾ പലതരത്തിലുള്ള മോഡുകളുണ്ട്. ഒന്നാമത്തെ മോഡ് എന്ന് പറയുമ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ മോഡ്. ലോഞ്ചിറ്റ്യൂഡിനൽ മോഡ് എന്ന് വെച്ചാൽ കറസ്പോണ്ട് ടു സ്റ്റാൻഡിങ് വേവ്സ് അലോങ് ദ ലെങ്ത്. ക്യാവിറ്റിയുടെ ലെങ്തിന് അലോങ് ആയിട്ടുള്ള മോഡുകളാണ് ലോഞ്ചിറ്റ്യൂഡിനൽ മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അലോഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇതൊന്ന് എഴുതി വെച്ചേക്കണേടാ. മോഡുകൾ 2 തരത്തിലുണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ മോഡിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് MC/2NL ആണ്. ഓക്കെ, ഇനിയും ലോഞ്ചിറ്റ്യൂഡിനൽ മോഡിൻ്റെ മോഡ് സ്പേസിംഗ് എന്ന് പറയുന്നത് ρV ആണ്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് എഴുതി വെച്ചേക്കണം. ഫ്രീക്വൻസി കാണാൻ MC/2NL മോഡ് സ്പേസിംഗ് കാണാൻ ρV = C/2NL ഫോർ ലോഞ്ചിറ്റ്യൂഡിനൽ മോഡ്. ഇനി ട്രാൻസ്വേഴ്സ് മോഡിനാണ് മിസ് എപ്പോഴും പറയില്ലേടാ TEM01 എന്നും കഴിഞ്ഞ ക്വസ്റ്റ്യനിലും പറഞ്ഞു. അപ്പോൾ അതാണ് ട്രാൻസ്വേഴ്സ് മോഡുകൾ. ട്രാൻസ്വേഴ്സ് മോഡുകൾ എന്ന് വെച്ചാൽ ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നേരത്തെ അലോങ് ദ ലെങ്ത് ഓഫ് ക്യാവിറ്റി ആയിരുന്നു, ഇത് ഇൻറ്റൻസിറ്റീനെയാണ്. അക്രോസ് ദ ക്രോസ് സെക്ഷൻ, നേരത്തെ അക്രോസ് ദ അല്ലെങ്കിൽ അലോങ് ദ ലൈൻ ആയിരുന്നു, ഇത് ബീമിൻ്റെ ക്രോസ് സെക്ഷൻ അലോങ് ആയിട്ടാണ്. റെപ്രസെൻ്റ് ചെയ്യുന്നത് TEMMN എന്നാണ്. TEM00 ഫണ്ടമെൻ്റൽ ഗോസിയൻ മോഡ്. മോസ്റ്റ് സ്റ്റേബിളായിട്ടുള്ളതാണ് TEMO എന്ന് പറയുന്നത്. ഇനി TMO00, ഇനി TEM01ഉം M10 എന്ന് പറയുന്ന ഹയർ ഓർഡർ. ഇതെന്ന് പറയുന്ന ഫണ്ടമെൻ്റലായിട്ട് എപ്പോഴും നമ്മൾ ഇതാണ് പറയുക, ഫണ്ടമെൻ്റൽ ഗോസിയൻ മോഡുകളാണ് പറയുക. ഇനി മോഡ് സ്പേസിങ്ങിൻ്റെ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. C/2NL അതെന്തൊക്കെയാണെന്ന് ഇവിടെ ഉണ്ട്. ഇനി ലൈൻ വിഡ്ത്ത്, ഓരോ മോഡുകളുടെയും ലൈൻ വിഡ്ത്ത്, അതായത് ഡെൽറ്റ ന്യൂ പി എന്ന് പറയുന്നത് ρV/F ആണ്. F എന്ന് പറയുന്ന ക്യാവിറ്റിയുടെ ഫൈനസിനെ കാണിക്കുന്നു.
ഇനി ഫൈനസ് ഓഫ് ദ ക്യാവിറ്റി എങ്ങനെ കണ്ടുപിടിക്കാമെന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. 6 √R1 R2 വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നമ്പർ ഓഫ് മോഡ്സും 1. ഇതെല്ലാം ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാൻ വേണ്ടി മിസ്സ് കാണിക്കുന്നു. ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ വേയിലാണ്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഈ ക്യാവിറ്റി അല്ലെങ്കിൽ ഫാബ്രി പെട്രോഡ് ഫിൽറ്റേഴ്സിലെ ക്യാവിറ്റിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കൊഹറൻസ് മോഡിനെ കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും ഒന്ന് നോക്കുക കേട്ടോ. ഈ ഫോർമുലാസും എഴുതി വെക്കുക. പിന്നെ കുറച്ച് എക്സാം ടിപ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് മിസ്. ഓൾവേസ് എപ്പോഴും സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഹീലിയം നിയോൺ ലേസേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? ട്രിക്കി ക്വസ്റ്റ്യൻസ് കുറച്ച് ചെയ്യുക. ഇനി ലേസറിൽ മോഡെന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് മോഡുകൾ കണ്ടു. മോഡെന്ന് പറയുന്നത് എന്താണ്? ലേസറിൽ മോഡെന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് പാറ്റേൺ, EM വേവ്സിൻ്റെ ഒരു സ്പെസിഫിക് പാറ്റേൺസ് ആണ്. ദാറ്റ് ക്യാൻ എക്സിസ്റ്റ് ആൻഡ് റെസണേറ്റ്. അതായത് ഒരു ലേസർ ക്യാവിറ്റിയുടെ അകത്ത് റെസണേറ്റ് ചെയ്യാൻ പറ്റുന്നതും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു പാറ്റേൺ ആണ്. എല്ലാത്തിനും അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ടൈപ്സ്. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാം തന്നേക്കുന്ന കാര്യങ്ങൾ മിസ് എടുത്ത് എഴുതിയിട്ടുണ്ട്. റോവി കണ്ടുപിടിക്കാൻ C/2NL ചെയ്യുക. C അറിയാം, 2 അറിയാം, N എന്ന് പറയുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. എല്ലാം തന്നിട്ടുണ്ട്. എല്ലാം ചെയ്യുമ്പോൾ ഇത്രയും കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ കൺവേർട്ട് ചെയ്യുമ്പോൾ 750 3 പൂജ്യമാണുള്ളത്. അപ്പോൾ 750 MHz എന്ന് കിട്ടും അല്ലേ? ഓക്കെ, ഇനി ഡെൽറ്റ ഇതുകൂടെ ചെയ്യാം. ഇതിനെന്തോ ഒരു മിസ് ഇങ്ങനെ ചെയ്ത സമയത്ത് മിസ് 6 എടുത്തത് ചെറിയ ആറാണ് എപ്പോഴും നമ്മൾ എടുക്കുക. അതായത് R1 R2 ഉണ്ടെങ്കിൽ ചെറുതാണ് എടുക്കുക. അങ്ങനെ ചെയ്ത സമയത്ത് 4 പോയിൻറ്റ് സംതിങ്ങാണ് കിട്ടിയത്. പക്ഷേ ഓപ്ഷനിൽ 2.4 ആണ്. കാരണം ഓപ്ഷനിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടായി. അപ്പോൾ ഓരോ ഓപ്ഷൻ്റെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഓരോ ഓപ്ഷൻ നോക്കിയേടാ. ഈ 750 MHz കിട്ടിയതിൻ്റെ കൂടെയുള്ള ന്യൂ എന്ന് പറയുന്നത് 2.4 ആണ്. പക്ഷെ മിസ്സിന് 4 പോയിൻറ്റ് സംതിങ്ങാണ് കിട്ടിയത്. കാരണം മിസ്സ് 6 എന്നുള്ളത് ചെറിയ ആറിനെയാണ് എടുത്തേക്കുന്നത്. സ്മോൾ, അതായത് R2 ആണ് ചെറുത്. അപ്പോൾ അതിനെയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യാമെന്നറിയോ? R = √R1 R2 എന്ന് പറയുന്നൊരു ഇക്വേഷൻ. അതായത് മുകളിലത്തെ നേരത്തെ ഞാൻ കാണിച്ച ഇതിൻ്റെ അത് √R1 R2 എന്നാണ് തോന്നുന്നു 6. അങ്ങനെയും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. കറക്റ്റ് 2.4 കിട്ടുന്നുണ്ടോ എന്ന്. അപ്പം ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു.